ഹായ്, എന്തല്ല. അങ്ങനെ ഇന്ന് ഷിറാസ് ടു ഇസ്ഫഹാൻ ടു ടെഹ്റാൻ അങ്ങനെയാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. ഓൾമോസ്റ്റ് ടെഹ്റാൻ എത്തുമ്പോഴേക്ക് 3-4 മണിയൊക്കെ ആവുമായിരിക്കും. Shiraz town. I'm good. Mind is full set. വണ്ടി വെച്ചാണ് ലൈറ്റ് ഓക്കെ. ഇതുവരെ 633 കിലോമീറ്റർ ഓടി. വളരെ കുറയാണ് ഓടിയത്. ഒരുപാട് കിലോമീറ്റർ ഓടിക്കാനുണ്ട്. ഒന്ന് പിടിക്കോ, ഇന്ന് ടെഹ്റാൻ പിടിക്കണം എന്നാണ് പ്ലാൻ. ഷിറാസിലെ ഹോം സ്റ്റേ കെയർ ടേക്കേഴ്സ് ഭയങ്കര സൂപ്പർ ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ച് നമ്മൾ ഇവിടുന്ന് കുക്ക് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതേ സൂപ്പർ ഹാപ്പി. അങ്ങനെ അവർ അവരുടെ കോറിഡോറിൽ തന്നെ നമുക്ക് കിച്ചണൊക്കെ സെറ്റ് ചെയ്ത് തന്ന്, പാത്രങ്ങളൊക്കെ എടുത്ത് തന്ന്. നമ്മളങ്ങനെ മാർക്കറ്റിൽ പോയി മട്ടനൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് നമ്മളെ കയ്യിൽ അരിയൊക്കെ സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് ഗീ റൈസ് ആൻഡ് മട്ടൻ കറിയൊക്കെ വെച്ച് രാത്രി പിന്നെ ഡിന്നർ അയച്ചു. കഴിക്കുമ്പോൾ ഒരുപാട് ലേറ്റായി. ദെൻ നമ്മൾ അവർക്കും കൊടുത്ത് അങ്ങനെ അവർ ഉറങ്ങിക്കിടക്കുന്ന മോനെയൊക്കെ വിളിച്ച് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അവരോട് ഏതോ ഒരു സമയം രാത്രി ഉറങ്ങി രാവിലെ എണീച്ച് നമുക്ക് ഒരുപാട് പോകാനുള്ളതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ് അവരോട് ബൈ പറഞ്ഞിട്ട് ഷിറാസിൽ നിന്ന് ഇസ്ഫഹാനിലേക്ക് ഇറങ്ങി. ഭയങ്കര മിസ് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനത്തെ ജേർണി ഭയങ്കര അടിപൊളി സ്ഥലമാണ് ഷിറാസ്. അത് കാണാനുള്ളൊരു സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ ഒരു ചെറിയൊരു സ്ഥലത്തേ പോയിട്ടുള്ളൂ. സൂപ്പർ കൂളാണ് ആൾക്കാരും വൈബും കൾച്ചറും. I don't know, like, എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. സൂപ്പർ ഹോസ്പിറ്റാലിറ്റി വൈസ് എല്ലാം കൊണ്ട് ഭയങ്കര ഇഷ്ടമായി. അത് ഈ ടൂറിസ്റ്റുകൾക്ക് ഉള്ള ഒരു ഇഷ്യൂ ആയിട്ട് ഈ നാട്ടിൽ എനിക്ക് ഫീൽ ചെയ്തത് കറൻസി എക്സ്ചേഞ്ച്, പിന്നെ ഇൻ്റർനെറ്റ് ബാൻ ഓഫ് സോഷ്യൽ മീഡിയ, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ഒന്നും അത് ചില സമയത്ത് പ്രാന്താവും. സ്ട്രൈറ്റ് പോലെ കാണിക്കുന്നത്, സ്ട്രൈറ്റ് ലെഫ്റ്റ് പോലെ കാണിക്കുന്നത്, അവിടെ റോഡില്ല. റൈറ്റിലേക്ക് എന്താ വർക്ക് നടക്കുന്നുണ്ട് പോകുന്നു. മനസ്സിലാവില്ലല്ലോ. അടിപൊളി ചിവിടൻ, ശരിയായ റെസ്മ ഓർഡർ സ്പാ. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത സാറ് ഇന്ന് രാത്രി 3 വണ്ടി ഓടിക്കാനുണ്ട്. അങ്ങനെ ടെഹ്റാൻ പിടിച്ചേ പറ്റൂ. ഓൾറെഡി ഭയങ്കര ഡിലേയാണ്. അതുകൊണ്ട് കുറച്ച് വസീൽ ഓടിക്കും, കുറച്ച് ഞാൻ ഓടിക്കും, മാറി മാറി ഓടിക്കാന്നുള്ളൊരു പ്ലാൻ. ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ യാത്ര ഭയങ്കര ടഫാവും. ഒരുപാട് ചെയ്തി വെച്ചിട്ടുണ്ട്. ഇവരെ കൊണ്ട് ആവുന്ന രൂപത്തിലൊക്കെ ഒരു സംഭവങ്ങൾ വരുത്തിട്ടുണ്ട്. ഇത്രയും റെസ്ട്രിക്ഷൻസിൻ്റെ ഇടയിലാണ് ഇവരൊക്കെ ചെയ്യുന്നുള്ള ഞാൻ ആലോചിക്കുമ്പോൾ എത്തുന്നു. പത്ത ഇന്ന് കാണുന്നില്ലേ ചെയ്തിരിക്കുന്ന ഒരു ഷേപ്പ് തല എന്തോ ബ്യൂട്ടിയാണ്. അങ്ങനെ പിന്നെ ലാൻഡ്രോ ആണല്ലോ പൊളി. ടച്ചർ വർക്ക് അറിയുന്നുണ്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം. മറമുണ്ട്. സ്റ്റിൽ നല്ല കട്ട ചൂട് തന്നെയാണ്. കടപ്പാക്കുന്നോട് വെള്ളം കുടിച്ച് ഫണ്ണാണ്. I can do this. ഇസ്ഫഹാൻ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് വൈകുന്നേരമായി. ഓൾമോസ്റ്റ് 4 മണിയായി. ദെൻ നമ്മൾ പിന്നെ ആ ട്രാഫിക് ഓൾമോസ്റ്റ് ഒരു 2.5 hours ഇസ്ഫഹാൻ ട്രാഫിക്കിൽ തന്നെ നിന്നു. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ പ്ലാൻ ചെയ്തത് എന്താ വെച്ചാൽ അവിടുന്ന് ടെഹ്റാൻ ഹൈവേയിലേക്ക് വെച്ച് ഓടിക്കുക, അവിടുന്ന് എവിടെന്നെങ്കിലും മീറ്റ് ആക്കുക എല്ലാവരും ഒരുമിച്ച്. അപ്പോഴേക്കും എല്ലാവരും സ്പ്ലിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇസ്ഫഹാൻ എത്തിയപ്പോൾ തന്നെ. ദെൻ ഒരുമിച്ച് എല്ലാവരും ഗ്യാദർ ചെയ്തതിന് ശേഷം നമുക്ക് ടെഹ്റാനിലേക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് ഡിന്നർ കഴിക്കാന്നുള്ള പ്ലാനായി. ഇസ്ഫഹാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആ കൂടി കാണാൻ പറ്റിയത് ഇസ്ഫഹാനിൽ ഒരു മൗണ്ടൈൻ്റെ മുകളിലായിരുന്നു നമ്മളുടെ സൺസെറ്റ് കിട്ടിയത്. ട്രാഫിക് തന്നെ ഉണ്ടായത്. പതുക്കെ ഒന്ന് സൈഡാക്കിയിട്ട് ആ ഇസ്ഫഹാന്റെ ടോട്ടൽ വ്യൂ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഇസ്ഫഹാൻ. അന്നേരം മനസ്സിലായി.
Water. Here, very good. Here, very Come on. Can be this. നമ്മളൊരു 50 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരുമിച്ചായി ഒരു ചായയൊക്കെ കുടിച്ച് പതുക്കെ നമ്മൾ ടെഹ്റാൻ ഭാഗത്തേക്ക് വിട്ട്. Tehran! I'm coming! ഒരു 50 കിലോമീറ്റർ കൂടി കഴിഞ്ഞപ്പോൾ നല്ലൊരു പിറ്റ് സ്റ്റോപ്പ് കിട്ടി. അവിടുന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ഒക്കെ ആയി. Quick coffee break. See what's inside. നല്ലൊരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു. കിട്ടാൻ നോക്കട്ടെ. കൊള്ളാട്ടാ, പരിപാടി ഭയങ്കര പരിപാടിയാ. ടു മിക്സ് കോഫി ആൻഡ് ഓറഞ്ച് ജ്യൂസ്. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ റാൻഡമായിട്ട് നമ്മൾ ഗ്രോസറി വാങ്ങിക്കാൻ വന്നതാണ്. റാണി ചാനലിൽ എടുത്തെന്ന് തോന്നുക. എന്താ പരിപാടി എന്ന് മനസ്സിലാകുന്നില്ല. ബൈക്കിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത്. ആളൊരു അടിപൊളി മനുഷ്യനായിരുന്നു. പുള്ളി പെട്ടെന്ന് ബ്രേക്കിനായിരുന്നു കംപ്ലൈന്റ്, അതൊക്കെ പിന്നെ ശരിയാക്കി ബ്രേക്ക് ഓയിലൊക്കെ തന്നു. ചെറിയ പൈസ ആയിട്ടുള്ളൂ, 20 ദിറംസിൽ ആ പരിപാടി അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടായി. ബ്രേക്ക് ചെറിയൊരു നോക്കൽ മെക്കാനിക്കിനെ വെച്ചിട്ട് ഫിക്സ് ആക്കുന്നു. ദെൻ അപ്പോഴേക്കും എല്ലാവരും ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഉറങ്ങണമെന്നുള്ളൊരു മൂഡിലേക്ക് എല്ലാവരും ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ടായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ മാക്സിമം പുഷ് ചെയ്യാൻ പറ്റിയത്. അപ്പോഴേക്കും തന്നെ വണ്ടിയൊക്കെ പാളി തുടങ്ങി. അങ്ങനെ ഒരു ട്രക്കൊക്കെ നിർത്തുന്ന പെട്രോൾ സ്റ്റേഷന്റെ പുറകിൽ ടെൻ്റൊക്കെ ഇട്ട് പായൊക്കെ പിരിച്ച് സ്ലീപ്പിംഗ് ബാഗിൽ കിടന്നുറങ്ങി. രാവിലെ അവിടെ നിന്ന് എണീറ്റ് ഒരു കോഫിയൊക്കെ കഴിഞ്ഞ് പതുക്കെ അവിടെ നിന്ന് ടെഹ്റാനിലേക്ക് വിട്ടു. നൈസ് പരിപാടി. അവിടെ ഒരു കവ ഡബിൾ എക്സ്പ്രസോ വെച്ചിട്ട് ഒരു അമേരിക്കാനോ ഉണ്ടാക്കിച്ച് ഇനി താല്പര്യത. ഇത് എത്രയാ? ഇത് എത്രയാ കിട്ടി മണി? അറിയോ? താങ്ക് യു. വേറൊന്ന് ചോദിക്കണോ? ഫ്രം ബെസ്റ്റ് കൺട്രി ഇന്ത്യ. ഗോയിങ് ഇന്ത്യ ബൈ റോഡ് കാർ. Dubai to India on Peru. Then Bekar betul. Oh, stop. No. Okay. Bye. Thank you. Ciao. Thank you, brother. സോ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് പീസ്.